പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ വിശുദ്ധ വാരത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന എന്തിനെക്കുറിച്ചാണ്? പീഡാനുഭവത്തെക്കുറിച്ചാണ്. പക്ഷേ അതിൻ്റെ കോസ് എന്താ? ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മൈന്യൂട്ട്, നമ്മുടെ ടെമ്പറേച്ചർ ചേഞ്ച് പോലും കർത്താവിന് അതൊരു വിഷയമാണ്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ വരുന്ന, നമുക്ക് ഈ ശരീരത്തെക്കുറിച്ച് വിശ്വാസം പ്രഖ്യാപിക്കാതെ, അതായത് കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഈ മരണം പ്രഖ്യാപിക്കണം. അങ്ങനെയാണ് മരണം പ്രഖ്യാപിക്കുമ്പോൾ നമുക്കെന്താ ലഭിക്കണത്? ശക്തിയാണ് ലഭിക്കുന്നത്. ഈ മരണം പ്രഖ്യാപിക്കണം. ഇപ്പോൾ നമുക്കൊരു വേദന വന്ന് ഉടനെ നമ്മൾ ആ വേദനയെ കർത്താവിൻ്റെ വേദനയോട് ചേർത്ത് വെച്ചുകൊണ്ട് അത് പ്രാർത്ഥനയാക്കി മാറ്റുന്നത്. എന്നിട്ട് കർത്താവിനോട് പറയും, കർത്താവ് ഇതെൻ്റെ ദൈവസ്നേഹമായിട്ട് നീ വരവ് വെക്കണം, പാപത്തിന് പരിഹാരമാക്കണം. അപ്പോൾ ചിലപ്പോൾ നിനക്ക് പാപം ഉണ്ടായില്ലെങ്കിൽ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെക്കണം. അങ്ങനെയാണ് നമ്മൾ കുരിശിനോട് ഐക്യപ്പെടുന്നത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ പീഡാനുഭവങ്ങളെ അങ്ങയുടെ പീഡാനുഭവങ്ങളോട് ചേർത്ത് വെച്ച് എൻ്റെ വിശുദ്ധിക്കും ലോകത്തിൻ്റെ പാപത്തിനും പരിഹാരമാകുവാൻ എന്നെ ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ആരാധന ശ്രദ്ധിക്കട്ടെ. കർത്താവേ, പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ, ഞങ്ങളുടെ നിയോഗങ്ങള് കർത്താവേ, അപ്പോൾ ടൈപ്പ് ചെയ്യുന്ന നിയോഗങ്ങള് എല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പീഡാനുഭവത്തിന്റെ മുദ്രയാൽ ദൈവസ്നേഹത്തെ അങ്ങ് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിന്റെ മാറിൽ പാപിയോരെ പീഡനവനേ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. സ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. അതായത് കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി ആഗ്രഹിച്ചവർ നിസ്സഹായമായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. കർത്താവിനെ ക്രൂശിക്കാനും അകപ്പെടുത്താൻ ആഗ്രഹിച്ചവർ അവിടെ നിസ്സഹായ അവസ്ഥ പറയുന്ന കുറേ ഭാഗങ്ങൾ ബൈബിളിലുണ്ട്. അതിലൊന്ന്, നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. 12:19 യോഹന്നാൻ്റെ സുവിശേഷം. നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല അവൻ്റെ അടുത്ത്. എന്താ കാര്യം? ലോകം മുഴുവൻ അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. ഒശാന ഒരു പ്രഖ്യാപനമാണതേ. ഒശാനയുടെ പ്രഖ്യാപനം എന്താണ്? എനിക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല. അതെന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ 10:18 ഞാൻ സ്വമേധയാ സമർപ്പിക്കുകയാണ്. ആൾബലമുണ്ട്, കഴിവുണ്ട്, ശക്തിയുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും അതാണ് ഇവർ പറയണത്. 12:19 യോഹന്നാൻ പറയണത് എന്താണ്? നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ. അവൻ്റെ മേൽ ഒരു മണ്ണ് കിള്ളി ഇടാൻ പറ്റണില്ല. എന്താ കാര്യം? ലോകം മുഴുവനും. ലൂക്കായൊക്കെ ഈ കാര്യം പറയുമ്പോൾ അവൻ ജെറുസലേമിലെത്തിയപ്പോൾ ഈ നഗരം ഇളക്കി വച്ച എന്നാണ്. എന്നിട്ട് ജനക്കൂട്ടം പറഞ്ഞെന്നാണ് പറഞ്ഞു. ജനക്കൂട്ടം പറഞ്ഞു, ദിസ് ഈസ് പെർഫെക്റ്റ് എന്ന് പറയും. എന്താണ്? ഇസ്രായേലിൻ്റെ പ്രവാചകനെന്ന്. അവർക്ക് അന്ന് അത്രയും അറിയാൻ പാടില്ല. പക്ഷേ ജനക്കൂട്ടം മുഴുവൻ അവരുടെ കൂടി. അപ്പം ജനക്കൂട്ടം. അതുകൊണ്ടാണ് മറ്റ് ഫരിസേയർ പറയണത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താണ്? ഒരു മണ്ണ് കിള്ളി അവൻ്റെ മേൽ ഇടാൻ പറ്റത്തില്ല. എന്താ കാര്യം? ലോകം മുഴുവൻ അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞുവെന്ന്.
അത് 12:19. അതെല്ലാം എന്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ്? വിക്കേറിയസ് സഫറിങ്ങിൻ്റെ പ്രഖ്യാപനങ്ങളാണ് ഇതെല്ലാം. എന്താണ് ഇത്? ആരും 10:18 യോഹന്നാൻ 10:18 എന്താണ്? ആരും എന്നിൽ നിന്ന് പിടിച്ചെടുക്കണമല്ല, ഞാൻ സ്വമേധയാ സമർപ്പിക്കുന്നതാണ്. കർത്താവ് ചോദിക്കുന്നുണ്ടല്ലോ, സി ഐ വാസ് ഓൾവേസ് വിത്ത് യു ഇൻ യുവർ ചേർച്ച്. നിൻ്റെ സിനഗോഗിൽ ഞാൻ മൊത്തം ഉണ്ടായില്ലേ, തൊട്ടാ നീ എന്നെ തൊടുകയില്ല. എന്നാ ഇന്നലെയൊക്കെ വസാനൊക്കെ എന്നാ പറഞ്ഞത്? ഭയങ്കര വർത്തമാനം പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്നില്ല കുറേ മൊത്തം ദിവസങ്ങളില്ല. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ദേവാലയത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായില്ലേ? നിങ്ങൾ തൊട്ട എന്നെ തൊടുകയില്ല. ഇപ്പം 22:53 വായിക്കണമെന്ന് ഇപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ, അതായത് നിങ്ങളുടെ കൂടെ എല്ലാ ദിവസവും ഞാൻ ദേവാലയത്തിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് നിങ്ങളെങ്ങനെ തൊട്ടോ? തൊടുകയില്ല. എന്തൊരു വെല്ലുവിളിയാണ്! തൊടുകയില്ല. പക്ഷേ ഇത് അപ്പായി നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന സമയമാണ്. യു ടേക്ക് യുവർ ടൈം. എന്ത് മിടുക്കായിട്ടാണ് സംസാരിക്കണത്. പക്ഷേ ഈ സമയം അപ്പായി, അതായത് നിങ്ങളുടെ കൂടെ ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിലുണ്ടായിരുന്നല്ലോ, നിങ്ങളെന്നെ തൊട്ടോ പിടിച്ചോ? പിടിക്കത്തില്ല. പക്ഷേ ദിസ് ടൈം ഈ സമയം അപ്പായി എന്നെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന സമയമാണ്. അവിടെ ആരാണ്? അപ്പായാണ്. അപ്പായുടെ ആഗ്രഹപ്രകാരം ഞാൻ സമർപ്പിതമായത് കൊണ്ടാണ് എനിക്ക് ഈ പീഡാനുഭവം ഞാൻ ഏറ്റെടുക്കുന്നത്. അപ്പോൾ സ്വന്തം ഇഷ്ടത്താലാണ് ഈശോ ഈ പീഡാനുഭവം ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? നമ്മളോടുള്ള സ്നേഹമാണ്. എൻ്റെ മക്കൾ, അത് വെച്ചാണ് അനുതാപം വരേണ്ടത്. അല്ലാതെ കർത്താവിൻ്റെ പീഡാനുഭവം നമുക്ക് അനുതാപമാക്കി മാറ്റണത് എങ്ങനെയാണത്? ഈശോ അത് ചെയ്തിരിക്കുന്നത് ഔട്ട് ഓഫ് ലവ് ആണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് അഭിഷേകമാകുന്നില്ലെങ്കിൽ അനുതാപം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഒരു അറിവായിട്ട് നിൽക്കും. അറിവ് അഭിഷേകമാകണമെന്നുണ്ടെങ്കിൽ അതിൽ ദൈവസ്നേഹം, വിശ്വാസം, പ്രത്യാശ 3 കാര്യങ്ങൾ വേണം. ആ അറിവ് അഭിഷേകമായി മാറണമെന്നുണ്ടെങ്കിൽ ആന്തരിക ബോധ്യം ഉണ്ടായിട്ട് ബോധ്യം സാക്ഷ്യമായി മാറണമെന്നുണ്ടെങ്കിൽ ഈ അഭിഷേകമില്ലാതെ സാക്ഷ്യം ഉണ്ടാകത്തില്ല. അപ്പോൾ സാക്ഷ്യം മാറണമെങ്കിൽ ആദ്യം എന്ത് പറയണം? ഈ അറിവിന് വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം അതിൽ നിറയുമ്പോഴാണ് അറിവിന് മെറ്റാബോളിസം സംഭവിക്കുന്നത്. പചന പ്രക്രിയ എന്ന് അച്ഛൻ പറയും. പചന പ്രക്രിയ അത് ആത്മാവിൻ്റെ ഭാഗമായിട്ട് മാറും. അത് ദൈവസ്നേഹത്തിലാണ് വരണത്. നമുക്ക് അറിവുണ്ട്. പലർക്കും ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാക്കൽറ്റിയെ വർക്ക് ചെയ്യുന്നുള്ളൂ. എന്താണ്? ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റി. വേറൊരു ഫാക്കൽറ്റി ഉണ്ട്, ഹാർട്ടിൻ്റെ അതായത് ഇവിടെ ഇമോഷൻ കൺവിഷൻ നമുക്ക് തന്നെ അവിടെയാണ്. നമുക്ക് കിട്ടിയിരിക്കണം മുഴുവൻ നമ്മളിപ്പോൾ പറയുന്ന പീഡാനുഭവം എല്ലാം ഇൻ്റലക്ച്വൽ ലെവലിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് പക്ഷേ ഇതുകൊണ്ട് അനക്കമൊന്നും ഉണ്ടാകത്തില്ല. കുറച്ച് അറിയാവുന്ന മാത്രമേ ഉള്ളൂ. അറിവ്, അനുഭവം ഉണ്ടായ അനുഭവം, ബോധ്യം ഉണ്ടായ ബോധ്യം, സാക്ഷ്യം ഉണ്ടാകണം, സാക്ഷ്യം സന്തോഷമാക്കണം, സന്തോഷം സ്വർഗ്ഗമാക്കണം. ഇങ്ങനെയത് കിടക്കണത്. ഈ സ്വർഗം വരെ എത്തേണ്ട ഈ സംഭവം. ഈ വണ്ടി ആലപ്പുഴ വരെ പോകേണ്ട കാര്യമല്ല. ഇതെങ്ങനെ പോകണം? സ്വർഗം വരെ പോകേണ്ടതാ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, ഏക സത്യമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യജീവൻ അവകാശമാക്കാൻ ഞങ്ങളെ സ്വയം സ്നേഹിതരോട് സ്വയം ഉയർത്തിയടിച്ചിട്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ നമ്മൾ 17:3 വായിക്കുന്നത് അറിവാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ബുദ്ധിപരമായ അറിവ്, ഹൃദയം കൊണ്ട് സ്നേഹിച്ചറിയണ അറിവ്, ഇമോഷണൽ വൈകാരികമായ അറിവ്, ബൗദ്ധികമായ അറിവ്. ഈ 2 അറിവും കൂടി ചേരുമ്പോൾ എന്ത് സംഭവിക്കും? അറിവ് അനുഭവം ഉണ്ടാക്കും.
അനുഭവം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വൈകാരികമായ അറിവ് കൂടി വേണം. ബുദ്ധിപരമായ ദൈവം ഏകനാണെന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. വൈകാരികമായ അറിവെന്ന് പറഞ്ഞാൽ അത് വിശ്വാസം, പ്രത്യാശ, സ്നേഹമൊക്കെ വരണത് അങ്ങനെയാണ്. അത് ഈ അറിവിനോട് ചേർക്കുമ്പോഴാണ് അറിവ് അനുഭവം ഉണ്ടാക്കും. അനുഭവം എന്തുണ്ടാക്കും? പിന്നെയും ബോധ്യം ഉണ്ടാക്കും. ബോധ്യം എന്തുണ്ടാക്കും? സാക്ഷ്യം ഉണ്ടാക്കും. സാക്ഷ്യം എന്തുണ്ടാക്കും? സന്തോഷം ഉണ്ടാക്കും. സന്തോഷം എന്തുണ്ടാക്കും? സ്വർഗം ഉണ്ടാക്കും. അങ്ങനെ പോണത്. അപ്പോൾ യോഹന്നാൻ 17:3 എന്താണ്? ഏകസത്യദൈവമായ നിന്നെയും നീ യേശു ക്രിസ്തുവിനെ അറിയുകയാണ് നിത്യജീവൻ. നിത്യജീവൻ അറിവാണ്. ആദ്യം ആ അറിവ് നമുക്ക് ബുദ്ധി തരും. പിന്നെ നമുക്ക് വൈകാരികമായ ബോധ്യം കിട്ടും. അപ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാകും. അനുഭവമാണ് നമുക്ക് സാക്ഷ്യം തരണത്. സാക്ഷ്യം എന്താ തരണത്? സന്തോഷമാണ്. സാക്ഷ്യം ഒരിക്കലും തരണത് സഹനമായിരിക്കും ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ബൈബിൾ പറയും സാക്ഷ്യം സന്തോഷം തരുമെന്ന്. അതാണ് അഭിഷേകം എന്ന് പറയണത്. സാക്ഷ്യം തരണത് സഹനമാണ് സാക്ഷികളെ സൃഷ്ടിക്കുന്നത്. പക്ഷേ സാക്ഷിയുടെ ആന്തരിക അനുഭവം എന്താണ്? സന്തോഷമാണ്. അതുകൊണ്ട് പൗലോസ് പറയും, ഞങ്ങൾ അടുത്ത നഗരത്തിലേക്കും പോകണം, അവിടെയും സഹനമാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ പ്രതി സഹിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചുകൊണ്ട്. അങ്ങനെ ഒരു വചനമുണ്ട്, 5:11 തോന്നുന്നത്, 31. അപ്പോസ്തല പ്രവർത്തനം 5:31 എന്താണ്? യേശുക്രിസ്തു ഏറ്റു പറഞ്ഞ യേശുക്രിസ്തുവിനെ പ്രതി സഹിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചുകൊണ്ട്. അപ്പം സഹനം എന്താ തരേണ്ടത്? പീഡാനുഭവം എന്താ തരേണ്ടത്? സങ്കടമാണ് തരേണ്ടത്, അല്ലേ? വ്യസനമാണ് തരേണ്ടത്. പക്ഷേ സഹനം എന്താ തന്നിരിക്കുന്നത്? സന്തോഷം. അതാണ് അഭിഷേകം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് 5:31. അപ്പോൾ 41. അതായത് അപ്പോസ്തലന്മാർക്കുണ്ട്, ആദിമ സഭയ്ക്കുണ്ടായത് എന്താണ്? സഹനം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നു? ഈ നടപടി പുസ്തകം 5:41 പറയണത് യേശുക്രിസ്തുവിനെ പ്രതി. വേറെ ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്രെയിം ഓഫ് റെഫറൻസ് സിംഗിൾ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റാണ്. യേശുക്രിസ്തുവിനെ പ്രതി സഹിച്ചാൽ അതിൻ്റെ നെറ്റിഫൈഡ് റിസൾട്ട് എന്താണ്? സന്തോഷമാണ് ഉണ്ടാകുന്നത്. അപ്പോഴേ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടായിക്കൊണ്ടിരുന്നത്? സന്തോഷമാണ്. പീഡാനുഭവ സമയത്ത് സന്തോഷം. അവൻ്റെ പീഡാസമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കുമെന്ന് പണ്ട് ഐസയ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ പീഡാനുഭവ സമയത്തെ അവന് ഭയങ്കര വല്ലാത്ത സന്തോഷമായിരിക്കുമെന്ന്. എന്താ വെച്ചാൽ സ്തുതിക്കട്ടെ മക്കളെ. യേശുസ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ചൈതന്യം ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ സ്തോത്രം. കർത്താവേ, ദൈവമേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവിന്റെ കൃപ ചൊരിയട്ടെ, അഭിഷേകം ചൊരിയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് യേശുവേ ആരാധന. ഐസയ 53:10. അതായത് അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അതാണ് സംഭവം. അതാണ് ഈശോ പറഞ്ഞത്, ഇത് നിങ്ങളുടെ സമയമാണ് എന്ന് പറഞ്ഞില്ലേ? 12:19 യോഹന്നാൻ. ഞാൻ ദേവാലയത്തിലുണ്ടായിരുന്നല്ലോ എല്ലാ ദിവസവും, നിങ്ങളെന്നെ തൊട്ടില്ല, പക്ഷെ ഇത് നിങ്ങളുടെ സമയമാണ്. അതിനെക്കുറിച്ചാണ് ഐസയ പറയുന്നത്. എന്താ കാര്യം? ഇത് നിങ്ങളുടെ സമയമാണെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പ നിങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്ന സമയമാണ്. അതാണ് ഐസയ 10 പറയണത്, 53:10 പറയണത്. അവിടുന്നാണ് ഏറ്റു പറഞ്ഞേ, അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അപ്പോഴേ അവിടുന്നാണ് ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ അപ്പായെ പ്രതിയാകുമ്പോൾ ഓട്ടോമാറ്റിക് ഈശോക്ക് എന്നാ ഉണ്ടാകണത്? സന്തോഷമാണ് ഉണ്ടാകണത്. അത് അതിൻ്റെ അടുത്ത വരി പാപപരിഹാര ബലിയായി. ഏറ്റു പറഞ്ഞേ, പാപപരിഹാര ബലിയായി. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഏറ്റു കൊടുക്കുന്നത്? പാപപരിഹാര ബലിയായി.
പാപപരിഹാര ബലിയായി ഏത് പറഞ്ഞേ പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. ദൈവേഷ്ടം നിറവേറ്റുന്നതിൽ ഈശോയ്ക്ക് ആന്തരിക സന്തോഷമാണുള്ളത് പീഡാനുഭവ സമയത്ത്. ഇത് അപ്പോസ്തലന്മാർക്കും ഇത് തന്നെയാണ് ഉണ്ടായത്. 5:41 പറയുന്ന സന്തോഷമാണ്. കർത്താവിന് വേണ്ടി സഹിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈശോയ്ക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ കഴിഞ്ഞതിൽ സന്തോഷം. സന്തോഷം മാത്രമല്ല, അവൻ്റെ സന്തതി പരമ്പരകളെ കണ്ട് ദീർഘായുസ് പ്രാപിക്കുമെന്നാണ്. നമുക്കറിയാമല്ലോ. എന്ന് പറഞ്ഞാൽ അവൻ ഈ 53:10 എന്താണ്? അവൻ്റെ സന്തതി പരമ്പര, അവൻ്റെ തിരുരത്വത്തിൽ വീണ്ടെടുക്കാൻ പോകുന്ന പുതിയ തലമുറയില്ലേ സന്തതി പരമ്പര, നമ്മളെ കണ്ടാണേ. അതായത് നമ്മളെ കണ്ട് എന്ത് പറ്റി? അവന് ദീർഘായുസ് പ്രാപിക്കൂ എന്ന് വെച്ചാൽ, ദീർഘായുസ് എന്ന് വെച്ചാൽ ബൈബിള് ദീർഘായുസ് എന്ന് പറഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും എന്നതിൻ്റെ അർത്ഥം. സന്തോഷകാരണമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും. കാര്യം ദൈവം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് ദീർഘായുസ്സാണ്. എന്നുവെച്ചാൽ ഭൂമിയിൽ ഇങ്ങനെ ചത്തു പറഞ്ഞ് 102 വയസ്സ് വരെ ജീവിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ദൈവമാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം. ഡോക്ടറല്ല പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ദീർഘായുസ് പറഞ്ഞാൽ നീ 80 വയസ്സ് വരെ ജീവിക്കുമെന്നാണ്. ദൈവം ദീർഘായുസ് എന്ന് പറഞ്ഞാൽ ദൈവത്തെപ്പോലെ ജീവിക്കുമെന്നാണ്. കൈയടിച്ച് കർത്താവ് ഡെലിവറി ചെയ്യാം. വാഴ്ത്തപ്പെട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം അറിയട്ടെ. അഭിഷേകം ചെയ്യണമേ. വിനാശകനത്തിന്റെ സ്നേഹം ഞങ്ങൾക്ക് പകർന്നു നൽകണമേ. യേശുവേ ആരാധന. ദൈവം ആദ്യമായിട്ട് മനുഷ്യന് വാഗ്ദാനം ചെയ്തിരിക്കണത് എന്താ? ഉടമ്പടിയിലെ. ഇപ്പോൾ ഉടമ്പടിയിലൂടെ ആണല്ലോ ദൈവം വാഗ്ദാനമെല്ലാം നൽകണത്. എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന ഉടമ്പടിയിലൂടെയാണ്. ഉടമ്പടി വെച്ചപ്പോൾ ആദ്യം നൽകിയ അനുഗ്രഹം എന്താ? ആദ്യം നൽകിയത് അതിൻ്റെ നിയോഗം പറഞ്ഞത് എന്താണ്? നീ കൊല്ലരുത് ആരെയും, നീ വ്യഭിചരിക്കരുത്, നീ കള്ളസാക്ഷ്യം നൽകരുത്, നീ അപ്പനെയും അമ്മയോട് സ്നേഹിക്കണം എന്നൊക്കെ ഇങ്ങനെ വളരെ സൗമ്യതയോടെ പറഞ്ഞിരിക്കുന്നത്. അപ്പനും അമ്മയും എന്തിനു വേണ്ടിയാണ്? നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ജീവിക്കാനാണ്. അപ്പോൾ ഭൂമിയിലെ ദീർഘായുസ് പോലും കർത്താവ് ഉടമ്പടിയുമായി ബന്ധപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഈ സഹനദാസൻ്റെ സഹനമെന്ന് പറയുന്നത് എന്താണ്? നിത്യതയാണ് നമുക്ക് ലഭിക്കുന്നത്. കർത്താവിൻ്റെ പീഡാനുഭവത്തിലൂടെ നിത്യജീവനാണ്. അതാണ് ദീർഘായുസ്. അപ്പോൾ ഈ സമയത്തിൻ്റെ സംലഭ്യത എപ്പോഴും ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. സമയവും ദൈവത്തിന് മാത്രമേ നമുക്ക് സമയം തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് ചോദിക്കും, നിങ്ങൾക്ക് ഉത്കണ്ഠ കൊണ്ട് ഒരു ആയുസിൻ്റെ ഒരു മുഴം കൂട്ടാനോ കുറക്കാനോ പറ്റത്തില്ല. മനുഷ്യന് സമയത്തായിട്ടൊന്നും ചെയ്യാനില്ലെന്നർത്ഥം. ചെയ്യേണ്ടത് ആരാണ്? ദൈവമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ദൈവം ചെയ്യാൻ വേണ്ടിയാണ് ദൈവത്തിന് മക്കളാകാൻ പറയണത്. ആരും കൊല്ലാത്ത, ആരും മോഷ്ടിക്കാത്ത, കള്ളസാക്ഷ്യം ചെയ്യാത്ത, സഹോദരനെ സ്നേഹിക്കുന്ന, ദൈവത്തെ ഒന്നാമതായി എല്ലാത്തിനേക്കാളും ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തിൻ്റെ മക്കൾ. അങ്ങനെ ജീവിച്ചു കൊള്ളാവുന്നതാണ് ഈ നമ്മളോട് ദൈവം ഉടമ്പടി ചെയ്തിട്ട് നമുക്ക് തന്ന വാഗ്ദാനം. ഇപ്പോൾ എന്നാ സംഭവിച്ചിരിക്കുന്നത്? ഈ 53:10 വരുമ്പോൾ ഭൂമിയിൽ അതുപോലെ തന്നെ ലോകത്തിലും നിത്യതയിലും അവൻ്റെ സന്തതി പരമ്പരകളെ കണ്ട് അവൻ ദീർഘായുസ് പ്രാപിക്കും. അപ്പോൾ ദീർഘായുസ് എന്ന് പറഞ്ഞാൽ യേശു നിത്യം ജീവിക്കുമെന്ന് പറയുന്ന ആ 12-ാം അധ്യായത്തിൻ്റെ വചനങ്ങളില്ലേ? പത്രോസ് ചോദിക്കുന്നില്ലേ, യേശു എന്നും ജീവിക്കുമെന്നല്ലേ, ക്രിസ്തു എന്നും ജീവിക്കുമെന്നല്ലേ പറയണത്? അതായത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ മഹത്വം ഉൾപ്പെടെയാണ്
സഹനദാസന് ദൈവം കൊടുക്കുന്ന വാഗ്ദാനം. അപ്പോൾ ഉയർപ്പിനെ ഓർത്തുകൊണ്ട് ക്രിസ്തു സന്തോഷിച്ചുകൊണ്ടാണ് പീഡാനുഭവത്തിലേക്ക് വരണത്. ഇനി ഓരോ സഹനം സഹിക്കുന്ന ആൾക്കാരും ക്രിസ്തുവിനെ മുൻനിർത്തിയാണ് ആ സഹനം സഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പീഡാനുഭവങ്ങൾ നമുക്ക് നിത്യ ബഹുമതിയാണ് നൽകുന്നത്. ഇതാണ് വിശ്വാസം നമുക്ക് നൽകുന്ന കാതലെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ എന്ത് പീഡാനുഭവമായാലും അതെല്ലാം അങ്ങയുടെ പീഡാനുഭവത്തോട് ചേർത്ത് വെക്കാനുള്ള അവസരമാണെന്ന് അങ്ങനെ ചേർത്ത് വെച്ചാൽ അങ്ങയോടുകൂടെ സഹിച്ചാൽ അങ്ങയോടുകൂടെ നിത്യായുസ് പ്രാപിക്കുമെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങളെ നിരാശരാക്കുന്നില്ല. ഞങ്ങൾ ചിന്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സഹനങ്ങളിലൂടെ റോമ 5:5 അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹമെന്തെന്ന് ഞങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ അനുഭവങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് നിറക്കണമേ. ശ്രുതികട ഹല്ലേലൂയ.